സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അപ്പോസ്തല പ്രവർത്തികൾ 16-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അപ്പോൾ പൗലോസ്, നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ടല്ലോ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. നിനക്ക് ഒരു ദോഷവും ചെയ്യരുത്. നിനക്കു നീ തന്നെ ദോഷം ചെയ്യരുത്. നീ നിന്നെ തന്നെ നശിപ്പിക്കുവാൻ പാടില്ല. നിന്നെ നീ തന്നെ ദണ്ഡിപ്പിക്കുവാൻ പാടില്ല. നിന്നെ നീ തന്നെ തകർത്തുകളയാൻ പാടില്ല. ഈ കാലത്തുള്ള എല്ലാ മനുഷ്യരും ആരോ എന്നെ നശിപ്പിക്കുന്നുണ്ട് എന്ന് വിചാരിക്കുകയില്ല. എന്നാൽ തനിക്കു താൻ തന്നെ ദോഷം ചെയ്യുകയാണ്. തനിക്ക് താൻ തന്നെ നാശം വരുത്തിവെക്കുന്നു. ഈ ദിവസം ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ അവൻ്റെ കൽപ്പനകളെയും എല്ലാം വിട്ടിട്ട് സ്വാതന്ത്ര്യത്തോടെ ആയിരിക്കണമെന്ന് ആശിച്ച് തനിക്കെന്തൊക്കെയോ നേടിയെടുക്കണമെന്ന്, ലോകത്തിൽ ആരൊക്കെയോ ആയിത്തീരണമെന്ന് ആഗ്രഹിച്ച് ജീവിതത്തിൽ നല്ലവണ്ണം ആസ്വദിക്കണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തനിക്കു താൻ തന്നെ ദോഷം വരുത്തിവെക്കുകയാണ്. വേദപുസ്തകം വായിക്കുക, വേദപുസ്തകം വായിക്കുക, വേദപുസ്തകം വായിക്കുക. ജ്ഞാനം വേണമോ? ബൈബിൾ വായിക്കുക. വിശ്വാസം വേണമോ? ബൈബിൾ വായിക്കുക. സ്നേഹം വേണമോ? ബൈബിൾ വായിക്കുക. ദൈവം ആരാണെന്ന് മനസ്സിലാക്കണമോ? ബൈബിൾ വായിക്കുക. ജീവിതത്തിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കണമോ? ബൈബിൾ വായിക്കുക. മനുഷ്യന്റെ മരണശേഷം എന്ത് സംഭവിക്കുമെന്ന് അറിയണമോ? ബൈബിൾ വായിക്കുക. എന്താണ് ഇന്ന് ആളുകൾ ബൈബിൾ വായിക്കാത്തത്? പ്രസംഗകർ പോലും ബൈബിൾ ശരിക്കും വായിക്കുന്നില്ല. ഈ കാലത്ത് ഇൻ്റർനെറ്റെല്ലാം വന്നതിന് ശേഷമായിട്ട് ഇപ്പോൾ ആളുകൾ നെറ്റിൽ നല്ല നല്ല മെസ്സേജുകളുണ്ട്, അത് നോക്കിയിട്ടാണ് പഠിക്കുന്നത്. ബൈബിൾ മുൻപിൽ വെച്ചിട്ടല്ല മെസ്സേജ് തയ്യാറാക്കുന്നത്, ലാപ്ടോപ്പ് വെച്ചിട്ടാണ് മെസ്സേജ് തയ്യാറാക്കുന്നത്. വണ്ടർഫുൾ മെസ്സേജാണ് ബ്രദർ. ടോപ്പിക്ക് വളരെ നല്ലതായിരിക്കുന്നു. ബൈബിളിലെ ഒരു വാക്യം എടുത്തിട്ട് അതിൻ്റെ സാരാംശം നാം ഗ്രഹിക്കണം. ബൈബിൾ നീ വായിക്കുന്നതായ സമയത്ത് നിന്റെ ഹൃദയത്തിൽ വലിയൊരു വെളിച്ചം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. നിനക്ക് വലിയൊരു സന്തോഷം ഉണ്ടാകുന്നു. നീ മനസ്സിലാക്കിയവയെ, നീ രുചിച്ചറിഞ്ഞവയെ, നീ അനുഭവിച്ചതായിട്ടുള്ള കാര്യങ്ങളെ അവിടെ പ്രസംഗിക്കുമ്പോൾ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ഇന്നുള്ളതായ മനുഷ്യർ തന്നെത്താൻ നശിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ എന്നെ തന്നെ നശിപ്പിക്കുന്നില്ല എന്നാണോ പറയുന്നത്? ഒരു മദ്യപാനിയായ വ്യക്തി മദ്യം കുടിക്കുന്ന സമയത്ത് തന്നെ തന്നെ നശിപ്പിക്കുകയാണോ ചെയ്യുന്നത്? അല്ലയോ? നിങ്ങൾ പറയൂ. അവർ തന്നെ പറയുന്നുണ്ട്, നമ്മൾ പിന്നെ എന്തിനാണ് പറയേണ്ടത്? വീഞ്ഞ് രുചിച്ചു നോക്കുവാൻ പാടില്ല. അതൊരു വിഷപ്പാമ്പിനെ പോലെ നിന്നെ കടിക്കുവാനിടയാകും. നീ സമുദ്രത്തിൽ കിടക്കുന്ന വ്യക്തിയെപ്പോലെ ആയിത്തീരും. നിന്നെ ആരെങ്കിലും തല്ലിയാലും നിനക്ക് വേദനയില്ലെന്ന് പറയും. ബോധം വീണുകഴിഞ്ഞാൽ വീണ്ടും നീ കുടിക്കുവാൻ വേണ്ടി പോകും. ആർക്കു കഷ്ടം, ആർക്കു ദുഃഖം, ആർക്കു അനാവശ്യമായ മുറിവുകൾ മദ്യം രുചിച്ചു നോക്കുന്ന വ്യക്തികൾക്കാണല്ലോ എന്ന് സദൃശവാക്യങ്ങൾ 23 പറയുന്നുണ്ട്. മദ്യപാനി തന്നെ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഒരു സംതൃപ്തിയും നന്മയും ചെയ്യാത്തതിനു വേണ്ടി എന്തുകൊണ്ടാണ് നിങ്ങളുടെ പണം നശിപ്പിച്ചു കളയുന്നത്? അയാൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഓട്ടോ ഓടിച്ച് നടക്കും. വൈകുന്നേരം നേരെ മദ്യപിച്ചിട്ട് വീട്ടിൽ പോകും. ഭാര്യയും മക്കളെയും പട്ടിണി കിടത്തുകയും ചെയ്യും. അയാൾ തന്നെത്താൻ നശിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. അതുമാത്രമല്ല, ഒരു പയ്യനെ നോക്കുമ്പോൾ നല്ലോണം വെളുത്തിരിക്കുന്നു. വെളുത്തെന്താണെന്ന് ചോദിച്ചാൽ പറയുകയാണ്, വെളുത്തതല്ല, ബ്ലഡ് ഇല്ലാത്തതാണ്. എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ പറയുകയാണ്, ഞാൻ കുടിച്ച് എൻ്റെ ബ്ലഡ് എല്ലാം നിർവീര്യമായി പോയി, എനിമിക്കായി പോയി എന്നാണ് പറയുന്നത്. ലിവർ നശിച്ചു പോകുന്നു, ആരോഗ്യം ക്ഷയിച്ചു പോകുന്നു. മദ്യപാനികൾ തന്നെത്താൻ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്.
നിന്നെ തന്നെ നീ നശിപ്പിക്കുവാൻ പാടില്ല. നിനക്ക് തന്നിരിക്കുന്ന സൗന്ദര്യമുള്ള ശരീരം നശിപ്പിച്ച് കളയരുത്. ദൈവം നിനക്ക് തന്നിരിക്കുന്നതായ ആ നല്ല ആരോഗ്യത്തെ നശിപ്പിച്ചു കളയുവാൻ പാടില്ല. നോക്കുക, ഈ കാലത്തും ഒരുപാട് പുക വലിക്കുന്ന ആളുകളുമുണ്ട്. പുക എങ്ങനെ വലിക്കുന്നത് എനിക്കറിയത്തില്ല. ഗ്ലാസ്സിലൊഴിച്ചാണോ അതോ പുക വലിച്ചു കയറ്റുകയാണോ? പണ്ട് വലിയ പാത്രത്തിൽ ശരിക്കും വെള്ളം കുടിക്കുമായിരുന്നു. ഇപ്പോൾ ആളുകൾ ഗ്ലാസ്സിൽ വെള്ളമെടുത്ത് സിപ്പ് ചെയ്താണ് കുടിക്കുന്നത്. എന്നാൽ പുക വലിക്കുന്നവർ എങ്ങനെയാണ് വലിക്കുന്നത്? പൈപ്പ് വെച്ചിട്ടാണ് വലിച്ചു കയറ്റുന്നത്. അങ്ങനെയാണ് പുക അവർ വലിക്കുന്നത്. ഒരു ദേവദാസിന്റെ അരികിലിരുന്നിട്ട് ഒരു യൗവനക്കാരൻ സിഗരറ്റ് വലിക്കുകയാണ്. അപ്പോൾ പാസ്റ്റർ മുഖം പൊത്തിപ്പിടിക്കുവാനിടയായി. അത് കണ്ട യൗവനക്കാരൻ ചോദിച്ചു, എന്താണ് പാസ്റ്റർ, നിങ്ങൾക്ക് പിടിക്കില്ല എന്ന്. പാസ്റ്റർ അപ്പം തന്നെ ചോദിച്ചു, എന്താണ് മോനെ, നിനക്ക് പിടിക്കുമോ എന്ന്. നിന്റെ ശരീരത്തിൽ അത് പിടിക്കുമായിരുന്നെങ്കിൽ അത് നിന്റെ വയറ്റിൽ പോയിട്ട് ദഹിക്കേണ്ടതല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് വായിൽ കൂടെ പോയിട്ട് മൂക്കിൽ കൂടി അത് തിരിച്ചു വരുന്നത്? നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ശരീരത്തിനുള്ളിലേക്ക് അത് പോകുന്നുണ്ടോ, അതോ മൂക്കിൽ കൂടെ തിരിച്ചു വരുമോ? പുക ശരീരത്തിനുള്ളിൽ നിൽക്കുകയില്ല. അത് ശരീരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം കറങ്ങി അവയവങ്ങളെയൊക്കെ നശിപ്പിച്ചിട്ട് അത് തിരികെ വരുവാനിടയാകും. ഇപ്പോൾ നാം നോക്കുമ്പോൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് എവിടെയും എഴുതി വെച്ചിരിക്കുന്നത് കാണാം. പുകവലിക്കുന്നവൻ എന്താണ് ചെയ്യുന്നത്? തന്നെത്താൻ നശിപ്പിക്കുകയാണ്. തന്റെ ശ്വാസനാളങ്ങൾ നശിക്കുവാനിടയാകുന്നു. ത്രോട്ട് ക്യാൻസറിന് കാരണമായി തീരുന്നു പുകവലി. ഒരു സഹോദരിക്ക് കഴുത്തിലൊരു മുഴ വരുവാനിടയായി. അപ്പോൾ ദേവദാസനെ വിളിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ആ ദേവദാസൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ അവർ മരണക്കിടക്കയിലായിരിക്കുകയാണ്. എന്തു പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു, എൻ്റെ കഴുത്തിൽ ഒരു മുഴ വന്നിരിക്കുകയാണ്. ദേവദാസൻ സംശയം വന്ന് ചോദിച്ചു, എന്താണ്, നിങ്ങൾ പുകവലിക്കുമായിരുന്നോ സാധാരണ? അപ്പോൾ അത് കേട്ട ആളുകൾ പറഞ്ഞു, ഒരു ബീഡിയൊന്നുമല്ല, ഒരു കെട്ട് ബീഡിയാണ് ഡെയിലി വലിക്കുന്നതെന്ന്. നിനക്കു നീ തന്നെ ദോഷം ചെയ്യരുത്. നിനക്കു നീ തന്നെ ദോഷം ചെയ്യാൻ പാടില്ല. പുകവലിക്കുന്നത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നു, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു. എത്രയോ പേർ സ്വയം ശരീരത്തിൽ മയക്കുമരുന്നുകൾ കുത്തിവെക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാമോ, 25-30 വയസ്സിൽ തന്നെ വൃദ്ധന്മാരെ പോലെ അവരുടെ ശരീരം ക്ഷീണിക്കുവാനിടയാകും. അവരുടെ ശരീരം പ്രവർത്തിക്കില്ല, മനസ്സ് പ്രവർത്തിക്കില്ല. മാതാപിതാക്കൾക്ക് വേദനയാണ്, കെട്ടിയതായ ഭാര്യയ്ക്ക് ദുഃഖമാണ്. എത്രയോ ആളുകൾ തങ്ങളെ തന്നെ സ്വയം നശിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരെ ഇന്ന് കണ്ണുനീർ കുടിപ്പിക്കുന്നുണ്ട്. ഇവിടെ വചനത്തിൽ എന്താകുന്നു ദൈവദാസൻ പറയുന്നത്? നിനക്ക് നീ തന്നെ ദോഷം ചെയ്യുവാൻ പാടില്ല. ഒരുപക്ഷെ നിങ്ങളിപ്പോൾ പറയുമായിരിക്കും, ഞങ്ങൾ അങ്ങനെയുള്ള മദ്യപാനികളൊന്നുമല്ല, ഞങ്ങൾ അത്രമാത്രം ബോധമില്ലാത്തവരൊന്നുമല്ല, ഞങ്ങൾ അങ്ങനെ ആവശ്യമില്ലാതെ മദ്യമൊന്നും കുടിക്കുകയില്ല. പിന്നെന്താണുള്ളത്? ഒരാൾ പറഞ്ഞു മനസ്സ് നിറയെ കുശുമ്പാണെന്ന്. കുശുമ്പെന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സിലുള്ളതായ അസൂയ. അസൂയ അത് ശരീരത്തിന് ദോഷമാണ്. അതുപോലെ മറ്റുള്ളവരോട് മത്സരം കാണിക്കുന്നു. അതെങ്ങനെയുള്ളതാണെന്ന് എനിക്കറിയത്തില്ല. അത് വെളുത്തതാണോ കറുത്തതാണോ ചുമന്നതാണോ എന്ന് എനിക്കറിയില്ല. ചില ആളുകളാണെങ്കിൽ എപ്പോഴും അവർക്ക് വയറ്റുവേദനയാണ്. എപ്പോഴും വയറ്റിൽ ഭയങ്കര എരിച്ചിലും വേദനയും ഒക്കെയാണ്. മറ്റുള്ളവർ നന്നാകുന്നത് കണ്ടാൽ ഇവർക്ക് വയറ്റുവേദനയാണ്. ഒരാൾക്കൊരു ജോലി കിട്ടിയാൽ അത് കണ്ട് നെഞ്ചിന് വേദനയാണ്. നല്ല സാരി ഉടുത്താൽ ഇവർക്ക് നെഞ്ചരിച്ചിലാണ്. നല്ല ജോലി കിട്ടിയാൽ ഇവർക്ക് നെഞ്ചരിച്ചിലാണ്. മറ്റുള്ളവരുടെ നന്മയെ കാണുമ്പോൾ ഭയങ്കര നെഞ്ചരിച്ചിലും വേദനയും ഒക്കെയാണ്. അസൂയുള്ള ആളുകൾ മറ്റുള്ളവർക്കല്ല ദോഷം ചെയ്യുന്നത്, അവർക്ക് അവർ തന്നെ ദോഷം ചെയ്യുകയാണ്. നിനക്ക് തന്നെ ദോഷം സംഭവിക്കുകയാണ്. അതുകൊണ്ടാണ് ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാകുന്നത്, ദഹനക്കേട് ഉണ്ടാകുന്നത്. കർത്താവ് പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവർ സന്തോഷിക്കുമ്പോൾ സന്തോഷിക്കുക, മറ്റുള്ളവർ ദുഃഖിക്കുമ്പോൾ അവരോടൊപ്പം കരയുക എന്ന്. എന്നാൽ ഇക്കാലത്ത് മറ്റുള്ളവർ കരയുന്ന സമയത്ത് അത് കണ്ടിട്ട് ചിരിക്കും ഉള്ളിൽ. അത് തന്നെ വരണം അവർക്ക്. സന്തോഷിക്കുന്നത് കാണുകയാണെങ്കിലോ അവർ സന്തോഷിക്കുകയാണ്. എന്താണ് കാരണം? യേശുക്രിസ്തുവിന്റെ മക്കൾ ഒരിക്കലും അസൂയപ്പെടുകയില്ല, അസൂയയ്ക്ക് ഇടം കൊടുക്കില്ല. മത്സരവും അസൂയയും എന്താണ്? മുടിയെല്ലാം കൊഴിഞ്ഞു പോയിട്ട് തലയിൽ ഒരു മുടി പോലും ഇല്ലാത്ത കഷണ്ടിത്തലയുള്ള ഒരു വ്യക്തി, മറ്റൊരു വ്യക്തി തല നിറച്ച് മുടിയുള്ള വ്യക്തി തലയിൽ എണ്ണ തേക്കുന്നത് കണ്ടിട്ട് അസൂയപ്പെടുകയാണെന്ന്. ഒരുപക്ഷെ ഇദ്ദേഹത്തിന് എണ്ണ കൊടുത്താലും തന്നെ അദ്ദേഹത്തിന് അത് തേക്കുവാൻ കഴിയുമോ? അല്ലെങ്കിൽ നല്ല ഷാമ്പു കൊടുത്താലോ മറ്റെന്തെങ്കിലും നല്ല ചീപ്പ് എന്തെങ്കിലും കൊടുത്താലോ അദ്ദേഹത്തിനത് ഉപയോഗിക്കാൻ കഴിയുകയില്ലല്ലോ. കാലില്ലാത്തവൻ ബൂട്ടിട്ട് നടക്കുന്നവനെ കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നിനക്ക് ബൂട്ട് കിട്ടിയാലും ഇടുവാൻ കഴിയില്ലല്ലോ. അതിലും അസൂയപ്പെടുന്നവരുണ്ട്. അവർക്കത് ഉപയോഗിക്കാൻ കഴിയില്ലെങ്കിലും അവർക്കുണ്ട് എന്ന് പറയുന്നവർ. അസൂയയുള്ളതായ ആളുകൾ ദൈവത്തിന്റെ മക്കൾ അല്ല. അസൂയയെ കൊല്ലണമെങ്കിൽ നിങ്ങൾക്ക് സ്നേഹം ഉണ്ടായിരിക്കണം. നീരസം ഭോഷനെ കൊല്ലുന്നു, ഈർഷ്യ മൂഢനെ ഹിംസിക്കുന്നു എന്നാണ് വചനം പറയുന്നത്. അസൂയപ്പെടുന്നവർ തന്റെ ജീവിതത്തിൽ തനിക്ക് തന്നെ ദോഷം വരുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. കോപിക്കുന്ന വ്യക്തിയും തന്നെത്താൻ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്താണ്? കോപം കളഞ്ഞ ക്രോധം ഉപേക്ഷിക്കുക. മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവായിത്തീരും. അതുകൊണ്ടാണ് നാം
ദേഷ്യം, കോപം എന്ന ഭാവം, കോപം, ക്രോധം, സന്തോഷം, ആശ്ചര്യം, ഇവയെല്ലാം എന്താണ്? നവരസം എന്നൊക്കെ പറയാറുണ്ട്. അത് ആവശ്യമെന്ന് വെച്ചാൽ നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കുവാൻ കഴിയും. എന്നാൽ അത് ഹൃദയത്തിൽ നാം നിറയ്ക്കുവാൻ പാടില്ല. ഒരുപാട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ വഴക്കുണ്ടാക്കാറുണ്ട്, അടിയുണ്ടാക്കാറുണ്ട്. ശരിയല്ലേ? ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്, 30 വർഷമായിട്ടുണ്ട്. ഇതുവരെ ഞങ്ങൾ ഒരു വാക്കുകൊണ്ടുപോലും വഴക്കുണ്ടാക്കിയിട്ടില്ല. അബ്ബാ, അദ്ദേഹത്തിന് ഞാനെന്ന് വെച്ചാൽ ജീവനാണ്, എനിക്കും അദ്ദേഹത്തെ ഒരുപാട് ജീവനാണ്. ഇതുവരെ ഞങ്ങൾ ഒരു വാക്കുകൊണ്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വേദനിപ്പിച്ചിട്ടില്ല എന്ന് പറയുന്നവർ ഉണ്ടെങ്കിൽ കൈ ഉയർത്താമോ? അല്ലെങ്കിൽ വേണ്ട, എന്തിനാണ് ആവശ്യമില്ലാതെ പ്രശ്നമുണ്ടാക്കുന്നത്? തീർച്ചയായിട്ടും ഭിന്നത ഉണ്ടാകാം. ഭർത്താവിന് കോപമുണ്ടാകാം, ഭാര്യയ്ക്ക് കോപമുണ്ടാകാം, ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടിട്ട് ദേഷ്യപ്പെട്ടേക്കാം. അത് സ്വാഭാവികമാണ്. എന്നാൽ വേദപുസ്തകം പറയുന്നു, സൂര്യൻ അസ്തമിക്കുന്നതുവരെയും നിങ്ങളുടെ കോപം സൂക്ഷിക്കുവാൻ പാടില്ല. ചില ആളുകളെ എനിക്കറിയാം, എപ്പോഴും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുക. നീ മിണ്ടായിരിക്കടി, ഞാൻ മിണ്ടായിരിക്കാം, നിനക്കെന്താ എൻ്റെ കാര്യം, ഇനി നിനക്ക് നിന്റെ കാര്യം, എനിക്ക് എൻ്റെ കാര്യം, അതുകൊണ്ട് കാര്യം ചെയ്യാം, ഞാൻ എൻ്റെ വീട്ടിൽ പോകും. ശരി വയ്ക്കോ, നേരം വെളുത്തിട്ട് പോയി, ഇപ്പോഴാണെങ്കിൽ ബസ്സില്ലല്ലോ, രാത്രിയായ സമയമല്ലേ, രാവിലെ വരെ എൻ്റെ സ്വസ്ഥത കെടുത്താൻ വേണ്ടിയാ. അതെ, നിങ്ങളുടെ സ്വസ്ഥത കെടുത്താൻ തന്നെയാണ്, പിന്നെ എനിക്ക് കഴിയത്തില്ലല്ലോ. അങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞ് വഴക്കുണ്ടായിക്കൊണ്ടിരിക്കും. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഉറക്കം വരുന്നു, ഇനി രാവിലെ എഴുന്നിട്ട് നമുക്ക് വഴക്കുണ്ടാക്കാം. ഇപ്പോൾ ഉറക്കം വരികയാണ്. ഒരിക്കലും മനസ്സിൽ കോപം വെച്ചുകൊണ്ട് നിങ്ങൾ ഉറങ്ങുവാൻ പോകരുത്. സാധാരണ ഒരു മനുഷ്യൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും 4-5 പ്രാവശ്യമൊക്കെ തിരിയാറുണ്ട്. അത് സ്വാഭാവികമാണ്. ഈ കോപം മനസ്സിലുള്ള വ്യക്തിയാണെങ്കിൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞുകൊണ്ടേയിരിക്കുമെന്നാണ്. കൊതു കടിച്ചെന്ന് പറഞ്ഞിട്ട് മൂട്ട കടിച്ചെന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയും. എന്താണ്? അവന്റെ ഹൃദയത്തിലൊരു സമാധാനവുമില്ല. നിന്റെ ആരോഗ്യം നശിച്ചു പോവുകയാണ്, നിനക്ക് നീ തന്നെ ദോഷം ചെയ്യുകയാണ്. അത് കോപമല്ലേ, അത് വലിയ പാപമല്ലോ എന്ന് ചിലർ പറയാറുണ്ട്. കയീന് സ്വന്തം മകനെ കൊന്നുകളയുവാൻ ഇടയായി. എന്നാൽ അതിന്റെ കാരണം എന്താണ്? കോപമായിരുന്നു, അസൂയയായിരുന്നു. എന്തുകൊണ്ടാണ്? ഇവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചില്ല, അവന്റെ യാഗത്തിൽ ദൈവം പ്രസാദിച്ചു. അതായിരുന്നു കാരണം, കൊലപാതകത്തിന് കാരണം. 2 പേർ പ്രാർത്ഥിക്കുവാൻ പോയി. നമ്മുടെ നാട്ടിലുള്ളതായ ഒരു കഥയാണ് പറയുന്നത്. അവിടെ ചെന്നിട്ട് ഇവൻ പ്രാർത്ഥിച്ചു, ദൈവമേ വരം നൽകണമേ, വരം നൽകണമേ എന്ന്. അപ്പോൾ അവന്റെ ഒരു ശത്രുവുണ്ട്, ഒരു ഫ്രണ്ട്, അവനും കൂടെ പ്രാർത്ഥിക്കാൻ ചെന്നു. അവനും പ്രാർത്ഥിച്ചു, ദൈവമേ വരം നൽകണമേ, വരം നൽകണമേ. അപ്പോൾ ഇത് കണ്ടതാ ഇവൻ നോക്കി, നീയും പ്രാർത്ഥിക്കുകയാണോ? ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ നീയും പ്രാർത്ഥിക്കുവാണോ എന്ന് വിചാരിച്ചു. അപ്പോൾ ദൈവം പ്രത്യക്ഷപ്പെടുവാനിടയായി. എന്തു വേണം ഭക്ത എന്ന് ചോദിച്ചു. ഇവൻ മറ്റവനെ നോക്കി നിൽക്കുകയാണ്. അവൻ എന്താണ് ചോദിച്ചത്? അതിന്റെ 2 ഇരട്ടി എനിക്ക് നൽകുവാൻ വേണ്ടിയാണ് പറഞ്ഞത്. ശരി, അങ്ങനെ തന്നെ ആകട്ടെ എന്ന് പറഞ്ഞു. അതിനുശേഷം മറ്റേ വ്യക്തിയുടെ അടുക്കിലേക്ക് ചെന്നുണ്ട്. അവിടെ ചെന്നു, മകനെ നിനക്കെന്ത് വേണമെന്ന് ചോദിച്ചു. അവനെന്താണ് ചോദിച്ചത്? അവന്റെ കാര്യം നീ എന്തിനാണ് അറിയുന്നത്? നിനക്കെന്ത് വേണമെന്ന് പറയുക. അവനെന്താണ് ചോദിച്ചത്? അവനെന്താണ് ചോദിച്ചെന്ന് പറയുകയാണെങ്കിൽ ഞാൻ പറയാം ദൈവമേ എന്ന് പറഞ്ഞു. അവസാനം ദൈവം പറഞ്ഞു, നിനക്കെന്താണ് തരുന്നത്? എൻ്റെ ഇരട്ടി നൽകാൻ പറഞ്ഞു. അതെയോ? അവൻ ആലോചിച്ച് അവസാനം പറഞ്ഞു, എൻ്റെ ഒരു കണ്ണങ്ങ് എടുത്തുകൊള്ളൂ എന്ന്. അങ്ങനെ ഇവൻ്റെ ഒരു കണ്ണും പോയി, അവൻ്റെ 2 കണ്ണും പോയി. അസൂയയും കോപവും ജീവിതത്തിലുള്ള ആളുകൾ എന്താണ്? അവർക്ക് തന്നെ അവർ ദോഷം ചെയ്യുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ നിനക്ക് തന്നെ നീ ദോഷം ചെയ്യുവാൻ പാടില്ല. മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുക, അപ്പോൾ നിനക്കും നന്മയുണ്ടാകാനിടയാകും. നിന്റെ അയൽക്കാരനെ സ്നേഹിച്ചാൽ നിനക്കും സ്നേഹം ലഭിക്കാനിടയാകും. ദൈവം എന്താണ് പറയുന്നത്? നിങ്ങൾ കൊടുപ്പിൻ, എന്നാൽ നിങ്ങൾക്കും കിട്ടും. അതുകൊണ്ട് അസൂയയും കോപവും ഈർഷ്യയും മത്സരവും ഇവയൊക്കെ ഒരു മനുഷ്യനെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ പറയാറുണ്ട്, ചിലർക്ക് മൂക്കൻ തുമ്പത്താണ് കോപമെന്ന്. അങ്ങനെയുള്ളവരുടെ അടുക്കൽ, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും അങ്ങനെ മൂക്കൻ തുമ്പത്ത് കോപമുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യുവാൻ പാടില്ല. അങ്ങനെയുള്ളവരെ വളരെ സൂക്ഷിക്കണം. കോപമുള്ള അടുക്കലേക്ക് നിങ്ങൾ പോകുവാൻ പാടില്ല. അവരുടെ അടുക്കൽ സൂക്ഷിച്ചായിരിക്കണം. നിങ്ങൾ എന്തെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങളുടെ കഥ കഴിയാനിടയാകും. നിങ്ങളും അതിൽ പെടുവാൻ ഇടയായി പോകും. മൃദുവായ ഉത്തരം ക്രോധത്തെ ശമിപ്പിക്കുന്നു, കഠിനവാക്കോ കോപത്തെ ജ്വലിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് സൂക്ഷിക്കണം. ഞാൻ പറയാറുണ്ട്, ഒന്നും ചെയ്യണ്ട, കോപിക്കുന്ന ആളുകളുടെ മുൻപിൽ നേരെ ചെന്നിട്ട് ഒരു കണ്ണാടി കാണിച്ചാൽ മതി എന്നാണ്. കണ്ണാടി എടുത്തുകൊണ്ട് പോയിട്ട് എന്നൊക്കെ പറയില്ലേ, അവന്റെ മുൻപിൽ ഇങ്ങനെ കൊണ്ട് കാണിക്കുക. അവന്റെ മുഖം കണ്ട് അവൻ തന്നെ സഹിക്കുകയില്ല. കണ്ണ് ചുവന്നു കിടക്കും, വികൃതമായിട്ടിരിക്കും, മുഖമെല്ലാം ചുക്കിച്ചുളഞ്ഞ് വളരെ ക്രോധത്തോടെയായിരിക്കും. കോപിക്കുന്ന ആളുകൾ നിങ്ങളുടെ മുഖത്ത് പിശാചിനെ കാണിക്കുകയാണ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ചില ആളുകൾ ഇങ്ങനെ കണ്ടുപിടിക്കാനിടയായി, ഒരു 5 മിനിറ്റ് കോപിക്കുന്നതായിട്ടുള്ളതായ ഒരു വ്യക്തി ഒരു 1/2 ഏക്കർ വയൽ കിളച്ചിട്ട് വരുന്നതായ ഒരു മനുഷ്യൻ എത്രമാത്രം ക്ഷീണിക്കുമോ അത്രയും തന്നെ ക്ഷീണിക്കുമെന്നാണ് പറയുന്നത്. കോപിക്കുന്നതായ ഒരു വ്യക്തി നീ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ദേഷ്യപ്പെട്ട് വഴക്കുണ്ടാകുന്ന ആളുകളൊക്കെ അവസാനം വിയർത്ത് കുളിച്ചിട്ട് വന്നിട്ട് വെള്ളം തരൂ എന്ന് പറയുന്നത്. കാരണം എന്താണ്? ക്ഷീണമുണ്ടാകുന്നു. നിന്റെ BP-ക്കും നിന്റെ ഷുഗറിനും ഇങ്ങനെയുള്ളതായ രക്തസമ്മർദ്ദത്തിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിന്റെ കോപത്തെ നിനക്ക് അടക്കുവാൻ കഴിയാത്തതാണ്. നിന്റെ ഹൃദയത്തെ നിനക്ക് നേരെയാക്കുവാൻ കഴിയാത്തതിൻ്റെയാണ് കാരണം.
യേശുക്രിസ്തു ജീവിതത്തിലുള്ള വ്യക്തികൾ സമാധാനത്തോടെയായിരിക്കും, അവർ സ്വസ്ഥതയോടെയായിരിക്കും, അവർ കോപിക്കില്ല. കോപത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ പാടില്ല, കോപം സൂക്ഷിക്കുവാൻ പാടില്ല, നിനക്കു നീ തന്നെ ദോഷം ചെയ്യുവാൻ പാടില്ല. കുഴി കുഴിക്കുന്ന വ്യക്തി, ആരെങ്കിലും വീഴ്ത്തുവാൻ വേണ്ടി കുഴി കുഴിക്കുന്നവൻ അവസാനം അതിൽ തന്നെ വീഴുവാൻ ഇടയാകുമെന്നാണ്. സ്വന്തം കുഴിയിൽ അവൻ തന്നെ വീഴും. അങ്ങനെ തന്നെ മറ്റുള്ളവർക്ക് ദോഷം പ്രവർത്തിക്കുന്നവൻ തന്നെത്താൻ ദോഷത്തിൽ അകപ്പെടുന്നു. അനേകം മനുഷ്യരും ഈ കാലത്ത് തന്നെത്താൻ ദോഷം പ്രവർത്തിക്കുന്നു, മറ്റുള്ളവർക്കെതിരെയും ദോഷം പ്രവർത്തിക്കുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നു, നിനക്കു തന്നെ നീ ദോഷം ചെയ്യാൻ പാടില്ല, നിനക്കു തന്നെ നീ നാശം ചെയ്യുവാൻ പാടില്ല. യേശുക്രിസ്തുവിന്റെ കാലത്ത് ഗദരദേശത്ത് ഒരു ഭൂതം ബാധിച്ച മനുഷ്യനുണ്ടായിരുന്നു. അവൻ കല്ലെടുത്തിട്ട് തന്റെ ശരീരം തന്നെ ഇടിച്ച് മുറിവേൽപ്പിക്കുമായിരുന്നു. തനിക്ക് തന്നെ അവൻ ദോഷം വരുത്തിവെക്കുമായിരുന്നു. എത്ര ചങ്ങല കൊണ്ട് ബന്ധിച്ചാലും ആർക്കും അവനെ ബന്ധിപ്പിക്കുവാൻ കഴിയുമായിരുന്നില്ല. അവൻ വസ്ത്രം ധരിക്കുമായിരുന്നില്ല. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ നിലവിളിച്ചും ഒച്ച വെച്ചും കൊണ്ട് അവിടെ നിന്ന് ഓടിപ്പോയി സമാധിയിൽ പോയിട്ട് അവിടെ വസ്ത്രം പോലും ധരിക്കാതെ തന്നെത്താൻ ശരീരത്തെ മുറിപ്പെടുത്തി ശരീരം മുഴുവൻ വ്രണമാക്കി മാറ്റി. യേശുക്രിസ്തു അവനെ കാണുവാനിടയായി. യേശുക്രിസ്തു ഇവനെ അന്വേഷിച്ച് അക്കരെ നിന്നും തോണി കയറി നദി കടന്നിട്ട് ഇവിടെ വരുവാൻ ഇടയായി. അങ്ങനെ പടകിൽ യാത്ര ചെയ്തു വന്നിട്ട് നദിക്കരയിൽ ഇറങ്ങിയ സമയത്തു തന്നെ അവനത് കണ്ടപ്പോൾ ഓടി വരുവാനിടയെ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് ചോദിച്ചു. നിന്നെ കൊണ്ടാണ് എനിക്ക് ആവശ്യം. എന്താണ്? പറയൂ. യേശുക്രിസ്തുവിന് ആരെയാണ് വേണ്ടത്? നിന്നെയാണ് വേണ്ടത്. നിങ്ങൾ തന്നെ വേണം. നിങ്ങൾക്ക് ആ കാര്യം അറിയാമോ? നാളെ ഇന്ത്യൻ പ്രധാനമന്ത്രി അതിനു വേണ്ടി ഒരാൾ ആവശ്യമാണെങ്കിൽ നിങ്ങളെ ആവശ്യപ്പെടുമോ? അതിന് എത്രത്തോളം യോഗ്യതകൾ വേണം, എത്രത്തോളം പരിചയങ്ങൾ വേണം, എത്രത്തോളം വിദ്യാഭ്യാസവും കാര്യങ്ങളും വേണം, എത്രയോ ആളുകൾ ചേർന്നിട്ട് തിരഞ്ഞെടുക്കേണ്ടത് ആവശ്യമാണ്. എന്നാൽ യേശുക്രിസ്തു നിന്നെ തിരഞ്ഞെടുത്തതിന്റെ കാരണം നിനക്ക് എന്തെല്ലാം യോഗ്യതകളുണ്ട്, എത്ര വിദ്യാഭ്യാസമുണ്ട്, ബൈബിളിനെ കുറിച്ച് നിങ്ങൾക്ക് ആഴമായ അറിവുകളുണ്ടോ, എത്ര വചനങ്ങൾ കാണാതെ അറിയാം, എത്ര പാട്ടുകൾ കാണാതെ അറിയാം, എത്ര വാക്യങ്ങൾ അറിയാം, ഇതെല്ലാം വെച്ചാണ് തിരഞ്ഞെടുത്തത്. ഇതാണോ അവൻ നോക്കുന്നത്? എന്താണ് അവന് വേണ്ടത്? ആരെയാണ് അവന് ആവശ്യമുള്ളത്? തകർക്കപ്പെട്ട് കിടക്കുന്നവർ, ദുഃഖിതരായവർ, തള്ളപ്പെട്ടവർ, തനിക്ക് തന്നെ ദോഷം ചെയ്ത് തങ്ങളെ തന്നെ നശിപ്പിക്കുന്നവരെ കർത്താവ് പിടിക്കുവാനായി, അവരെ രക്ഷിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. ദയവ് ചെയ്ത് എല്ലാവരും തലകളെ വണക്കുക. നാം ഇപ്പോൾ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്. നിനക്കു നീ തന്നെ ദോഷം ചെയ്യുകയാണോ? നിന്നെ നീ തന്നെ താഴ്ത്തിക്കെട്ടുകയാണോ? നിന്നെ നീ തന്നെ ദുഷിക്കുകയാണോ? നിന്നെ നീ തന്നെ നശിപ്പിക്കുന്നതായ പാപത്തിന് ഇടം കൊടുക്കുകയാണോ? നിന്നെ നീ തന്നെ നശിപ്പിക്കുന്ന മദ്യത്തിന് നീ ഇടം കൊടുക്കുകയാണോ? ഇപ്പോൾ തന്നെ അതിന് നീ അടിമപ്പെട്ട് വെളിയിൽ വരുവാൻ കഴിയാത്ത അവസ്ഥയിലായിരിക്കുന്നുവോ? ഇപ്പോൾ നീ തന്നെ നിന്റെ ജീവിതത്തിൽ വരുത്തി വെച്ചിട്ടുള്ളതായ കഷ്ടങ്ങൾ കാരണം, കടഭാരങ്ങൾ കാരണം, ഞെരുക്കങ്ങൾ കാരണമായിട്ട്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാരണമായി മരിക്കുവാൻ വേണ്ടി നീ തീരുമാനിച്ചിരിക്കുകയാണോ? അരുത്, അരുത്. നീ മരിച്ചു പോകേണ്ട ആവശ്യമില്ല. നീ മരിച്ചു പോകേണ്ടതായ കാര്യമില്ല. നിനക്ക് വേണ്ടിയാണ് യേശു കർത്താവ് തന്റെ പ്രാണനെ നൽകിയത്. നിനക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു നിന്റെ പാപത്തെ വഹിച്ചത്. യേശുവേ, എന്റെ പേർക്ക് എന്റെ സ്ഥാനത്ത് മരിച്ചതായ കർത്താവേ, എന്നെ ജീവിപ്പിക്കണമേ എന്ന് നീ അപേക്ഷിച്ചാൽ മാത്രം മതി. നീ വിശ്വസിച്ചാൽ മാത്രം മതി. അത്ഭുതം നടക്കും. എല്ലാവർക്കും ചേർന്ന് കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഒരിക്കൽ കൂടി ഞങ്ങളെ ദർശിക്കണമേ. വിശ്വാസത്തോടെ, ആഗ്രഹത്തോടെ കരങ്ങൾ ഉയർത്തി, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് ഏതു ഹൃദയത്തിൽ നിന്നാണ് നിലവിളി വരുന്നത്? ഏതു ഹൃദയത്തിൽ നിന്നാണ് പ്രാർത്ഥന ഉയരുന്നത്? ഏതു ഹൃദയത്തിൽ നിന്നാണ് വേദനയോടുകൂടി, ഭാരത്തോടുകൂടി, പ്രശ്നത്തോടുകൂടി നിന്നോട് നിലവിളിക്കുന്നതെന്ന് നന്നായിട്ട് അറിയുന്ന ദൈവമേ, ഞങ്ങളുടെ ഞെരുക്കങ്ങൾ കേൾക്കുന്ന ദൈവമേ, ഞങ്ങളുടെ നെടുവീർപ്പുകൾ അറിയുന്നതായ ദൈവമേ, ഇവിടെ ഏതെങ്കിലും മദ്യപാനികളുണ്ടെങ്കിൽ, മദ്യപാനത്തിൽ നിന്ന് വിടുവിക്കപ്പെടുവാൻ പറ്റാത്ത അവസ്ഥയിലാകുന്നുവെങ്കിൽ, ഈ സമയത്ത് നസ്രയനായ യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ അത്തരം ദുശീലങ്ങളിൽ നിന്ന് പൂർണ്ണ വിടുതൽ കൊടുക്കുകയാണപ്പാ. മദ്യപാനത്തിന്റെ ആസക്തി അവിടെയുള്ളിൽ വരാതെ അവർക്കൊരു പുതിയ ഹൃദയത്തിൽ നിന്ന് കൊടുക്കുമാറാകണമേ. കോപമാണ് സാരമില്ല എന്ന് പറഞ്ഞ്, അസൂയാണ് സാരമില്ല എന്ന് പറഞ്ഞ്, അത് കാരണം അവരുടെ ജീവിതത്തിൽ സമാധാനം, ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ, തങ്ങളെ തന്നെ ദോഷം ചെയ്യുന്ന അവസ്ഥയിലാണെങ്കിൽ, നസ്രയനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവരെ വിടുവിക്കുകയാണ് പിതാവേ. നിന്റെ മക്കളായ ഞങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം നിറഞ്ഞ് കവിയുമാറാകണമേ. ക്ഷമിക്കുവാനുള്ള കൃപ നൽകുമാറാകണമേ. സഹിക്കുവാനും അതുപോലെ ക്ഷമിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് സഹായം നൽകുമാറാകണമേ. നിന്റെ പേരുള്ളവരാണല്ലോ ഞങ്ങൾ. നിന്റെ നാമത്തെ ധരിച്ചവരാണല്ലോ. നിന്റെ മക്കളെന്ന് വിളിക്കപ്പെട്ടവരാണല്ലോ.
എന്തുകൊണ്ട് ഈ പിശാചിന്റെ സ്വഭാവം ഞങ്ങളിൽ വന്നു? ഇന്നു മുതൽ നിന്റെ സ്നേഹവും നിന്റെ കൃപയും നിന്റെ മക്കളെന്ന് വിളിക്കപ്പെടുന്നവരായ ഞങ്ങളിൽ നിന്റെ വൻ കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കേണ്ടതിന് പരിശുദ്ധാത്മാവ് അതിന്റെ പ്രവർത്തികൾ ചെയ്യണമേ. ഈ കൂട്ടത്തിലായിരിക്കുന്ന മക്കളെ എല്ലാവരെയും നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. നിന്റെ മുറിവേറ്റ കരുത്താൽ നീ ആശ്വസിപ്പിക്കണമേ കർത്താവേ. ആരെങ്കിലും ഇപ്പോഴും തങ്ങളുടെ ഹൃദയത്തിൽ അവിശ്വാസത്തിലായിരിക്കുന്നുണ്ടെങ്കിൽ ഇന്നു തന്നെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളിൽ പ്രവർത്തിക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾ അവരുടെ ജീവിതത്തിൽ നടത്തുമാറാകണമേ. ആരും നശിച്ചു പോകുന്നത് നീ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് ഇവിടെ കടന്നു വന്നിരിക്കുന്നതായ സകല വ്യക്തികളും നിന്റെ അനുഗ്രഹത്തോടുകൂടി നിന്റെ വിടുതലോടുകൂടി നിന്റെ സമാധാനം പ്രാപിച്ച് നിന്റെ സാക്ഷികളായി ജീവിക്കാനുള്ള കൃപ നൽകുമാറാകണമേ. ഈ ലോകത്തിലായിരിക്കുമ്പോൾ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് ഈ ലോകം വിട്ടുപോകുമ്പോൾ നിന്റെ രാജ്യത്തിന് അവകാശികളായി തിരുവൻ ഞങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. നമ്മുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നാം ഓരോരുത്തരോടും നാം പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോടും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ